ഈ വേദാമൃതം എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വേദം ഓൺലൈനായിട്ട് വേദ ക്ലാസ്സുകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനൊരു 2 വാക്ക് പറയാനാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. പക്ഷെ ഇത് ഒരു വേദങ്ങൾക്ക് തന്നെ ഏകദേശം 5000-6000 കൊല്ലം പഴക്കമുള്ളതാണ്. അപ്പൊ അതിന്റെ കണ്ടന്റിനെ ഒരു 2 മിനിറ്റിലേക്കോ 3 മിനിറ്റിലേക്കോ ഒക്കെ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒക്കെ പറഞ്ഞു തീർക്കുന്ന വലിയ പ്രയാസമാണ്. ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് ഇതിന്റെ എന്താ പറയാ ചരിത്രപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന്റെ ഓതന്റിസിറ്റിയോ അതിനെപ്പറ്റിയോ അതിനെ ഏതാണ് വലുത് ഏതാണ് ചെറുത് അതിന് ദൈർഘ്യം എത്രയാണ് അതൊന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ഇങ്ങനെ ഒരു വേദം അല്ലെങ്കിൽ ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു മന്ത്രം ആ ഉപാസനയിടയ്ക്ക് ഒരു സാധാരണ ശരാശരി മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഏത് തലത്തിൽ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മളിപ്പോൾ വിഷയം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. അപ്പൊ ആൾക്കാർക്ക് എല്ലാം സ്പൂൺ ഫീഡിങ് ആയിട്ടാണ് വേണ്ടത്. നിയമങ്ങളും അതിൻ്റെതായിട്ടുള്ള പദ്ധതികളും സമയം ദൈർഘ്യം ഒന്നും ഇവിടേക്ക് അധികം ചെലവഴിക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാം ക്യാപ്സ്യൂൾ ഫോമിലാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാധനം ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ വേദങ്ങളെയോ അല്ലെങ്കിൽ തന്ത്രത്തിനെയോ ഒന്നും കൊണ്ടുവരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ ഇപ്പൊ വേദങ്ങൾ ഇത്രയും കാലമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രസക്തി അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം ഇന്നത്തെ കാലത്തും അതിന് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണല്ലോ നിലനിൽക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ മോഡേൺ ആയിട്ടുള്ള ഈ പരിഷ്കരിച്ച സമ്പ്രദായത്തിലുള്ള സിവിലൈസേഷനിൽ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ആദ്യത്തെ സത്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചോളം തൻ്റെ ശരീരമാണ്. ആ ശരീരം ആണ് ശരിക്കും ഉപാധി. അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു സത്യം, അതാണ് ഫസ്റ്റ് നമുക്ക് അംഗീകരിക്കേണ്ടത്. ഇതിന് എങ്ങനെയാണ് ഈ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ശരീരം എന്നുള്ള യാഥാർത്ഥ്യത്തിന് വേണ്ടതായിട്ടുള്ള അതിനെ പോഷിപ്പിക്കാനും അതിനെ പരിപാലിക്കാനും ഒക്കെ വേണ്ടതായിട്ടുള്ള ഉപാധികളായിട്ടാണ് നമ്മളുടെ തന്ത്രങ്ങളോ അല്ലെങ്കിൽ വേദങ്ങളോ അല്ലെങ്കിൽ ആയുർവേദ ശാസ്ത്രമോ ഒക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെ. അടിസ്ഥാനപരമായിട്ട് ഇത് നമ്മളുടെ ശരീരത്തിനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സൂക്തങ്ങൾ അത് ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം അത് പ്രയോജനപ്പെടും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് സ്കോളാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയോ അല്ലെങ്കിൽ ഒരു PhDക്കുള്ള തീസിസും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നു, ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ തലവേദന മാറാനുള്ള ഒരു മരുന്നാണ് നമ്മൾ വാങ്ങുന്നത്. മരുന്ന് എങ്ങനെ ഉണ്ടായിരുന്നോ ആരുണ്ടാക്കിയെന്നോ ഒന്നും നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അതേമാതിരിയാണ് ഞാൻ ആ ലെവലിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. വേദം ആരെഴുതിയെന്നോ അത് എത്രത്തോളം പഴക്കമുള്ളതാണെന്നല്ല ഇഷ്യൂ. അപ്പൊ അതിന്റെ ഉപയോഗം ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് മാത്രം നോക്കണം. ദൈനംദിന ജീവിതത്തിലുമായിട്ട് ബന്ധമില്ലാത്ത ഓരോ അറിവും സാധാരണഗതിയിൽ ഉപയോഗപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് വെറും തിയററ്റിക്കൽ ആയിട്ടുള്ള സ്റ്റഡിക്ക് മാത്രമായിട്ട് ഉപയോഗിച്ച് വേണ്ടി വരും. അപ്പോൾ വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 അർത്ഥമുണ്ട്. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവെന്ന അർത്ഥമുണ്ട്, ജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട്, ഇൻറ്റ്യൂഷൻ എന്നുള്ള അർത്ഥമുണ്ട്. ഇതിനെ നമ്മളൊരു സാധാരണഗതിയിലുള്ള ഒരു ഇപ്പോൾ ഹിസ്റ്ററി മാതിരിയോ അല്ലെങ്കിൽ ഒരു ചരിത്രം മാതിരിയോ ഉള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടല്ല കാണേണ്ടത്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം എഴുകി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനെ ഒരു പ്രത്യേക രീതിയിൽ ചില വാക്കുകളുടെ ഘടനയും സ്വരങ്ങളുടെ ഘടനയും അനുസരിച്ചിട്ട് അവരതിനെ സൂക്തങ്ങളാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സംബന്ധിച്ചോളം ഈ 4 വേദങ്ങളുണ്ട്, ചിലപ്പോൾ അതിന് മുകളിൽ വേദങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മളിപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ 4 വേദങ്ങളായിട്ട് പറഞ്ഞിട്ട് അതിൽ തന്നെ ഋഗ്വേദമാണ് ഏറ്റവും കൂടുതൽ ബൃഹത്തായിട്ടുള്ളതും കോംപ്രഹെൻസീവ് ആയിട്ടുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യന്റെ ജനനം മുതൽക്ക് മരണം വരെയും മരണാനന്തര കാര്യങ്ങളെ പറ്റിയും അതിന് വേണ്ടതായിട്ടുള്ള ഓരോ സ്റ്റേജിലും അദ്ദേഹത്തിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള സൂക്തങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേദങ്ങളിലെ മന്ത്രങ്ങളെ സംബന്ധിച്ചോളം ഏകാക്ഷര തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരി ഏകാക്ഷര ബീജമോ അല്ലെങ്കിൽ 16 അക്ഷരമോ 12 അക്ഷരമോ 9 അക്ഷരമോ ഉള്ള കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വളരെയധികം എന്താ പറയാ
ഒരു മിനിമം തന്നെ ഇപ്പോൾ മഹാഗായത്രി ആയിട്ടുള്ള ഗായത്രി മന്ത്രം തന്നെ, ഗായത്രി പരമോ മന്ത്ര പറയുന്നത് അത് വേദത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ അതിൽ 24 അക്ഷരത്തിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകാക്ഷര ബീജമായിട്ടോ തന്ത്രത്തിൽ പറയുന്നിരിക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങളെ മാതിരി ഇതിനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നർത്ഥം. തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങൾക്ക് സ്വരമോ അല്ലെങ്കിൽ അതിന്റെ ഛന്ദസ്സോ അതിനത്ര പ്രാധാന്യം ഇല്ല. പക്ഷെ വേദങ്ങളെ സംബന്ധിച്ചോളം അതിന്റെ ഉച്ചാരണം, അതിന്റെ സ്വരം ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇത് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടതും ഓരോ ശബ്ദത്തിനും അതിൻ്റെതായിട്ടൊരു ശാസ്ത്രം അനുസരിച്ചിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേദ പഠനം ആഗ്രഹിക്കുന്ന ഒരാൾ എക്സ്ട്രീംലി ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം. അതിപ്പോ എന്നെ സംബന്ധിച്ചോളം ഇതിപ്പോ ഇന്ന് എല്ലാ കാലത്ത് ഇപ്പോ എല്ലാത്തിലും യൂട്യൂബിലും ഓൺലൈനായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് പണ്ടത്തെ കാലത്ത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഗുരുകുലം സിസ്റ്റം എന്നുള്ള സമ്പ്രദായത്തിൽ ഗുരുവിന്റെ അടുത്ത് നിന്നുകൊണ്ട് അടുത്തിരുന്നു കൊണ്ട് അത് അഭ്യസിക്കണം എന്നാണ് ശാസ്ത്രം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ അത് നിരന്തരമായിട്ട് നിൽക്കത്തുള്ളൂ. ഇപ്പോ പ്രിന്റിങ്ങിലും ഓഡിയോവുമായിട്ടൊക്കെ വന്നിരിക്കുന്ന കാലത്തിന് തൊട്ട് മുമ്പായിട്ട് കുറെ കാലം മുമ്പ് തന്നെ ഇത് നിലനിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ മെമ്മറിയിലാണ് വന്നിരിക്കുന്നത്. ഒരാൾ നേരിട്ട് പഠിച്ച് അത് ബൈഹാർട്ടാക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ ബൈഹാർട്ട് എന്ന് പറയുമ്പോൾ ബൈ മൈൻഡ് അല്ല ഞാൻ ഉദ്ദേശിച്ച് ബൈ ഹാർട്ട് തന്നെയാണ്. ഇത് ഹൃദയത്തിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു മന്ത്രത്തിന്റെ ചൈതന്യവും അതിന്റെ പ്രസക്തിയും ഹൃദയത്തിലേക്കാണ് എടുക്കേണ്ടത്. അങ്ങനെയാണത് അത് ഹൃദയസ്ഥമാക്കുക എന്നാ പറയാം. അപ്പൊ ആ ലെവലിലാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു കൊളോക്കിയലായിട്ടുള്ള ഒരു സംഭാഷണ രീതിയിലുള്ള ഒരു രീതിയിൽ വേദങ്ങൾ എടുക്കാൻ പറ്റില്ല. മറ്റ് തന്ത്രശാസ്ത്രത്തിൽ മന്ത്രങ്ങളെ മാതിരിയുള്ള ഘടനയല്ല അതിന് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആ ശരീരഘടന അനുസരിച്ച ഈ ഉപാസകന്റെ അല്ലെങ്കിൽ വേദം അഭ്യസിക്കുന്ന ആ വിദ്യാർത്ഥിയുടെ ദൈനംദിന ജീവിതം മുതൽക്ക് അവന്റെ ആഹാരം, കടന്ന് അവന്റെ ഉറക്കം, ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പഴയ കാലത്തിലുള്ള ഈ വൈദിക മഠത്തിലൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് അവർ ആഹാരം വളരെയധികം കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പൊ അതിൽ ഈ സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചേർക്കില്ല. അപ്പൊ അതിനൊക്കെ കാരണം നമ്മളുടെ ശരീരത്തിന്റെ പരമാവധി അതിനെ പ്യൂരിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതേമാതിരി അതിന്റെ ആത്മീയമായിട്ട് ചൈതന്യത്തിന് ആഗിരണം ചെയ്യാനുള്ള അതിന്റെ ശേഷി കൂടുതലാക്കാനുമുള്ള ഒരു വേ ഓഫ് സ്റ്റൈൽ, ഒരു ലൈഫ് സ്റ്റൈലാണ് അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ അത് ഇന്നത്തെ കാലത്തിൽ എത്രത്തോളം നിയമങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഇപ്പോ ഈ ഒരു ആഴ്ച കൊണ്ട് കഥകളി പഠിപ്പിക്കുക എന്ന് പറഞ്ഞ രീതിയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയൊന്നും ഈ വേദത്തിൽ പറ്റില്ല. അതിനൊരു നിഷ്ഠ തന്നെ വേണം. അതിന് പ്രത്യേകമായിട്ട് സമയം കൊടുത്ത് അത് കൃത്യമായിട്ട് തന്നെ അഭ്യസിക്കും വേണം. എന്നിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രധാനമായിട്ടും അധ്യാപകനാണെങ്കിലും വേദം പഠനം ചെയ്യുന്ന ആളാണെങ്കിലും അദ്ദേഹം പുസ്തകത്തിൻ്റെയോ അല്ലെങ്കിൽ ഓഡിയോയോ വേറെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ സഹായമില്ലാതെ സ്വതന്ത്രമായിട്ട് പഠിപ്പിക്കാൻ പറ്റണം. അപ്പോഴേ നമ്മളിപ്പോൾ ഒരു മന്ത്രം ഒരാൾ പറയുന്ന സമയത്ത് പുസ്തകം നോക്കി വായിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് വെച്ച് കേട്ട് പറയുകയാണെങ്കിലോ അതിന് ഓതന്റിസിറ്റി ഇല്ല. ഇപ്പൊ പഠിപ്പിക്കുന്ന ആള് തന്നെ ഒരു ഉപാധിയെ ആശ്രയിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റിനെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പഠിപ്പിക്കുന്ന ആളും പഠിപ്പിക്കുന്ന ആളും രണ്ടുപേരും ഉപാധികളുടെ പരമാവധി ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പണ്ടത്തെ കാലത്ത് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 16 വരികളുള്ള ഒരു സൂക്തമാണെങ്കിൽ ആദ്യത്തെ 2 വരി അവർ പഠിപ്പിക്കും. ഇത് പഠിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമേ അവര് രണ്ടാമത്തെ സെറ്റിൽ പോവുള്ളൂ. അപ്പൊ രണ്ടാമത്തെ സെക്കൻഡിൽ പോകുന്നതിന് മുമ്പ് എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തേലേക്ക് പോകുന്നതിന് മുമ്പ് 1ഉം 2ഉം ആദ്യം പഠിച്ചതിനെ വീണ്ടും പറയിപ്പിച്ചിട്ട് മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. അപ്പൊ ഈ ഓരോ സ്റ്റേജിലും താൻ പഠിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഹൃദിസ്ഥമാക്കിയിട്ട് വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് പുസ്തകത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ ഒരു റിച്വൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് പുസ്തകത്തിന് ഉപയോഗമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റണം. അപ്പൊ അതുകൂടെ മനസ്സിൽ വെക്കുക. പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഇപ്പൊ ഈ ലിറിക്സ് ആണെങ്കിലും ശരി, അത് റെഫറൻസിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നല്ലാണ്ട് അത് നോക്കിയിട്ട് പഠിക്കാൻ പാടില്ല. പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ ഇതില്ലാതെ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ വരും.
അത് മോശമാണ്. അത് ഒരു ഒരു ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കും അത് ഒരു ഒരു എന്താ പറയുക, കഴിവിന്റെ ഒരു കുറവാണെന്ന് പറയാം. അപ്പൊ ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ ലൈഫ് എന്തായാലും ഈ വേദ പഠനത്തിന് ആവശ്യമാണ്. കൃത്യസമയത്ത് അദ്ദേഹത്തെ ആരാണോ പഠിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നതായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. Oh.